എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ഓർത്തിട്ട് കയ്യും കാലം വിറക്കുവാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം സെറ്റായ എന്തായാലും ഇവിടെ ഒന്ന് വട്ടാക്കിയേക്കാം. അല്ല, നീ എന്താ ഓർത്തി ഞാൻ നിന്നെ കെട്ടുന്ന? അത് കൊള്ളാലോ. കാണാൻ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെങ്കൊച്ച് ഇങ്ങോട്ട് വന്ന് ഇഷ്ടാന്ന് പറയുമ്പോ ഞാൻ എന്തിനാ വേണ്ടാന്ന് വെക്കണത്? എന്ന് വെച്ച് കെട്ടാനൊക്കെ പറയുമ്പോ എന്തായാലും ക്ലാസ് കഴിയുമ്പോ ഒഴിവാക്കാൻ ഓർത്തതായിരുന്നു. ഇനിയിപ്പോ എന്തായാലും അതിന്റെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞതൊക്കെ മറന്നു കളാം. അപ്പനും അമ്മയും തനിക്ക് മോശമായിട്ടൊന്നും ചെയ്യത്തില്ലല്ലോ. അതങ്ങ് സമ്മതിച്ചേക്ക്. വെക്കട്ടെ ഞങ്ങളെ, കുറച്ച് പണിയുണ്ട്. പിന്നെ ഇനി എന്നെയോ ബെഞ്ചമിനെയോ വിളിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഒരുമിച്ചുള്ള പ്ലാനായിരുന്നല്ല. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. ഇനി പൊട്ടിക്കളി. ഞാൻ പറഞ്ഞതല്ലേ നിന്നെ വേദാർക്കും കൊടുക്കത്തില്ലെന്ന്. പിന്നെ ഇത്ര കണ്ട് ടെൻഷൻ അടിക്കണ എന്തിനാ? കരച്ചിലാവും പാവം. സാരമില്ല, എല്ലാം അറിയുമ്പോ തുള്ളിച്ചടിക്കോളൂ. ചിലപ്പോ എനിക്ക് വല്ല തമാശയും പറഞ്ഞതോ. നമുക്ക് അന്വേഷിക്കാം. നീ കരച്ചിലൊന്നും നിർത്താതെ. അപ്പനോ അമ്മയോ കണ്ട പിന്നെ ചോദ്യം പറച്ചിലാവും. തമാശ. അവര് നമ്മളെ പറ്റിക്ക് വന്നടി. എനിക്ക് മാത്രമല്ല, ബെഞ്ചമിനും. ബെഞ്ചമിൻ? നീ ചുമ്മാ ഓരോന്ന് പറയാതെ. ബെഞ്ചമിൻ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല. ഇല്ലടാ, എനിക്ക് അവൻ എന്നോട് പറഞ്ഞതാ. ബെഞ്ചമിനും അവനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാമെന്ന്. ഇനി അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് കോളേജ് കഴിഞ്ഞെന്ന്. കോളേജ് കഴിഞ്ഞ് പറ. കോളേജ് കഴിഞ്ഞ് ഒഴിവാക്കാനിരുന്നതാ. ഇപ്പൊ ഞാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഉപകാരമായിരുന്ന രീതിയിലാടാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എറിക്കെന്നെ. ഞാൻ ആദ്യമായിട്ട് കണ്ടത് തൊട്ട് ഇപ്പൊ ഈ നിമിഷം വരെയും അങ്ങനെ അയാളെ സ്നേഹിച്ചത്. എന്നിട്ടും എനിക്ക് സഹിക്കണില്ലടാ. ബെഞ്ചമിനെ എന്നെ ചതിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാൻ പോവാ. എന്നെ ഇന്ന് വിടില്ലടി. എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല കോളേജില്. നീ വന്നില്ലെങ്കിലും ഞാൻ പോവാ. എനിക്ക് കാണണവനെ, ഒരിക്കൽ കൂടി എന്നെ ചതിച്ചവനെ. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താടാ ബെഞ്ചമിനെ, മുഖമൊക്കെ കടന്നല്ലോ പോലെ ഉണ്ടല്ലോ. എടാ, ഇന്നലെ ഫോൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ കളിപ്പായിരിക്കും. ഞാൻ പോയി സംസാരിച്ച് റെഡിയാക്കിട്ട് വരാട്ടാ. അലീനയോട് പറഞ്ഞതൊക്കെ ഉള്ളതാണോ? ഓ, ഇവനപ്പോഴേക്കും എല്ലാം വിളിച്ചു പറഞ്ഞ കോപ്പൻ. ബാക്കിയുള്ളവർക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. ബെഞ്ചമിനോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? പാവം പെണ്ണു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ടും അവളെ നിന്ന് മറച്ചു വെച്ചതിന്റെ സങ്കടം തോന്നുന്നു. എടി, ഞാനായിട്ട് നിന്നെ വിളിച്ചു പറയാമെന്ന് ഓർത്തതാ. പറ്റിയില്ല. എന്തായാലും സംഗതി നീ അറിഞ്ഞല്ലോ. അപ്പോ അലീന പറഞ്ഞതൊക്കെ സത്യാണോ? അലീന പറഞ്ഞതൊക്കെയും സത്യമാണ്. ഇത്ര എളുപ്പത്തിൽ സംഗതി ഓക്കെ ആവുമെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഓക്കെ ആക്കി. ഞാനുള്ളത് കൊണ്ട് എരിക്കും രക്ഷപ്പെട്ടു. ഇല്ലാന്നെ പെട്ടുപോയിനെ പൊട്ടൻ. നിന്നെ വിശ്വസിക്കാൻ പാടില്ലാഞ്ഞിട്ടും വീണ്ടും ഞാനത് ചെയ്തത് എന്റെ തെറ്റാ. പക്ഷെ അതെനിക്ക് നിന്നെ പ്രാണനായോണ്ടാവും. എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ വെറുപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചത്. നിന്റെ ഒപ്പമുള്ള ജീവിതം അത്ര കണ്ടു കൊതിച്ചിട്ടാണ്. എന്നിട്ടും അത് ഒരു വട്ടമല്ല. എന്തിനാ ബെഞ്ചമിനെ നീ എന്നെ? നീ ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എന്തിന്റെ പേരിലാണെങ്കിലും ആ കാരണം എനിക്കറിയണം. എന്റെ കൂട്ടുകാരന്മാരുടെ മുന്നിൽ വെച്ച് എന്റെ കാരണത്തടിക്കാൻ മാത്രം ഇത് തെറ്റടി ഞാൻ ചെയ്തത്. ഓ, ഇനി അഭിനയിച്ച് തകർക്കാൻ നോക്കുമായിരിക്കും. എന്റെ മുന്നിൽ വേണ്ട നിന്റെ ഈ പൊട്ടം കളി. നീ ഒച്ചയിട്ട പേടിക്കണം. പെമ്പിള്ളാരുടെ കൂട്ടത്തിൽ കൂടുന്നതല്ല ചോരോന്ന് നിനക്ക് നേരത്തെ അറിയാലോ. അതുകൊണ്ട് ബെഞ്ചമിൻ അതിന് മെനക്കെടണ്ട. നീ എന്റെ നല്ല വശം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ചോരു. ചീത്ത വശം നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചവനാണ് ഞാൻ. എന്നെ വെറുതെ പറ, എന്തിനാണ് നീ എന്നെ അടിച്ചത്? പറയടി.
ബെഞ്ചമിനെ പിന്നെ സംസാരിക്കാടാ. നിനക്കിവിടെ എന്താണ് കാര്യം? ഇത് ഞാനും എന്റെ പെണ്ണും തമ്മിലുള്ളതാ. നീ മാറി നിന്നെ. എന്തിനാ ഇടയ്ക്ക് മാറി നിൽക്കുന്നത്? എനിക്കാണല്ലോ കള്ളക്കളി വിളിച്ചത്. നിന്റെ മട്ടും പാവൊക്കെ കണ്ടപ്പോ പാവമാണെന്ന് തോന്നിയിട്ടാ അലീനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്ത്? നീ അവിടെ ഇവിടെയും തൊട്ട് സംസാരിക്കുന്ന കാര്യം പറ. എന്താ വിഷയം? ഇത് നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ചാരു. ഞാൻ അവൾക്ക് ഇത് എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സിലായിടത്തോളം മതി ഇറക്കി. അവളെ ഇന്ന് ആരും കാണാൻ വരുന്നുണ്ട്. തനിക്കിനി എന്തായാലും ശല്യം ഉണ്ടാവില്ല അവളെ കൊണ്ട്. എളുപ്പമല്ലെങ്കിലും കഴിഞ്ഞതൊക്കെ ഞാനും മറക്കാൻ ശ്രമിച്ചോളാം. പക്ഷെ ഒക്കെ നിർത്തുന്നതിന് മുന്നേ നേരിട്ടൊന്ന് വന്ന് കാണുകയെങ്കിലും വേണ്ടേ? അതുകൊണ്ട് വന്നതാണെന്ന് മാത്രം. നീ ഇതെന്തൊക്കെ പറയണത്? എടി, അവളെ ഇന്ന് കാണാൻ വരുന്നത് ഞാനാണ്. അത് ഇവന്റെ അപ്പന്റെ ഒപ്പം. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ ഞാനോ ബെഞ്ചമിനോ നിന്നെയോ അലീനയോ പറ്റിച്ചിട്ടില്ല. നീ ഇതെന്തൊക്കെ ആലോചിച്ചു കൂട്ടിയത് എന്റെ കൊച്ചേ? എറിക്, പുതിയ കഥ മെനയില്ലേ നീ? അല്ലടി, ഞാൻ പറഞ്ഞതൊക്കെ സത്യാണ്. ബെഞ്ചമിൻ, മിണ്ടരുത്. തീർന്നല്ല ഇന്നത്തെ കൊണ്ട്. നീ എന്താടിച്ചൂല വിചാരിച്ച്? നീ അങ്ങ് കൊമ്പത്തെ അപ്സരസായതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്റെ പുറകെ വാലാട്ടിക്കൊണ്ട് നടക്കുന്നതെന്നോ? നീ എന്റെ ചങ്കി കുരുങ്ങിപ്പോയതുകൊണ്ട് മാത്രാടി. ഏത് ബന്ധത്തിനും ബെഞ്ചമിന് ആവശ്യം വിശ്വാസമാണ്. ഇങ്ങനെ ഒരു കാര്യം കേട്ട പാതി കേൾക്കാത്ത മതി ഓടി വന്നിട്ട് കാരണത്തടിക്കാൻ നിനക്ക് പറ്റിയതും എനിക്ക് നിന്റെ മേലൊരു വിശ്വാസം ഒന്നുള്ളതുകൊണ്ട് മാത്രമാണ്. നീ എന്നെ സംശയിക്കില്ലെന്ന വിശ്വാസത്തിന്റെ പുറത്ത്. പക്ഷെ നിനക്കെന്റെ സ്നേഹത്തിൽ ഉറപ്പില്ല. ഞാൻ നിന്നെ വീണ്ടും ഇട്ടിട്ട് പോവില്ല എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെ എന്നെ സംശയത്തോടെ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് വേണ്ട. മേലാൽ എന്റെ നേഴൽ വെട്ടത്തോളം കണ്ടേക്കരുത് നിന്നെ. നീയും നിനക്ക് അവന്റെ സ്നേഹം വിധിച്ചു കാണില്ല ചാരു. എറിക് മനഃപൂർവ്വമല്ല. ബെഞ്ചമിനെ കുറിച്ച് വേറെ ആര് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ അലീന, ഞാനൊക്കത്തിന് കാരണം. ഇത് ഇത്ര വലിയ പ്രശ്നമാവൂന്ന് കരുതി ചെയ്തതല്ല. കുറച്ച് വിഷമിച്ചിട്ട് ഒടുക്കെ എനിക്ക് വേണ്ടിയാണ് അവളുടെ അപ്പൻ അവളെ ആലോചിച്ചെന്ന് അറിഞ്ഞപ്പോഴുള്ള സന്തോഷം നേരിട്ട് കാണാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഒക്കെ കയ്യിന്ന് പോയി. എറിക്, ബെഞ്ചമിൻ, എനിക്കറിയില്ല ചാരു. അവനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇത്ര ദേഷ്യത്തിൽ. ഇനി അത് മറക്കുന്നതാവും നല്ലത്. എറിക്, അങ്ങനെ പറയല്ലേ പ്ലീസ്. എനിക്ക് ബെഞ്ചമിൻ ഇല്ലാതെ പറ്റത്തില്ല. അവൻ പോയി എന്ന സങ്കടത്തിലാണ് ഞാൻ. നമുക്ക് നോക്കാം. ഞാനൊന്ന് കണ്ട് സംസാരിച്ചു നോക്കട്ടെ. പിന്നെ അലീനയോട് ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട. വൈകുന്നേരം വരുമ്പോൾ അറിഞ്ഞാൽ മതിയാവുള്ളൂ. ചിലപ്പോ ഒക്കെ ഇന്നത്തെ കൊണ്ട് തീരാനാവും വിധി. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എടാ ബെഞ്ചമിനെ, നിന്നോടാ ചോദിച്ചേ. നീ ഇറക്കി വന്നിരിക്കണ കണ്ടില്ലേ? ഇവൻ എന്നാ പറ്റിയാവോ? വാ എടാ, വാ ഇറക്കി വാ, പോവാം. വരണം മിസ്റ്റർ കോശി. അന്നമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. കോശി, എന്റെ സ്വന്തം കാപ്പിരി മോൻ. ഇത് അന്നമ്മ, എന്റെ പ്രിയതമ്മ, എന്റെ രണ്ടു മക്കളുടെ പൊന്നാരമ്മ. പെങ്ങൾക്ക് ഓസ്കർ വല്ലതും കിട്ടിയായിരുന്നോ? അല്ല, എനിക്കരങ്ങുള്ളിയുടെ കൂടെ കഴിയണുണ്ടല്ലോ. ഇവനിപ്പോഴും കട്ടിലിന്.
മതി 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 സംസാരിച്ചത്. മോനെ ബെഞ്ചമിനെ എരിക്കെ അകത്തോട്ട് കയറിയിരിക്കെ. ഇത് ഏതാണാവോ? എറിക്ക് ഇതാണോ അല്ലെങ്കിൽ ഇതാണോ? ഓ, ഒന്നിനൊന്ന് വെച്ചോളാ രണ്ടും. കള്ളക്കാഫറെ പെണ്ണുമ്പിളിയുടെ മുന്നിൽ വെച്ചാണല്ലേടാ നിക്കറിമുള്ളിയ കാര്യം ചോദിക്കുന്നത്. നിന്റെ പെമ്പതൊന്നോത്തിയുടെ മുന്നിൽ വെച്ച് നിനക്ക് എന്നെ കാപ്പരി പറയുന്ന വിളിക്കാല്ലേടാ? സ്നേഹം കൊണ്ടല്ലേടാ. ഞാനും സ്നേഹം കൊണ്ടാടാ. കോശി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോടും. എന്നാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, പിള്ളേരും ഇരിക്കട്ടെ. അന്നമ്മേ, ചായ വേഗം എടുക്കട്ടാ, ഞാനും കോശിയും പുറത്തുണ്ടേ. ഇടിയല്ലോ, നീ ചായ കൊണ്ട് ചെറുക്കാന്ന് കൊടുത്തിട്ടോ? ഞാനൊന്നും കൊടുക്കൂല അമ്മ, എനിക്ക് കല്യാണം വേണ്ടമ്മ. ഇത് കൊച്ചേ, നിന്നോടാ പറഞ്ഞത്. അറിയാലോ പപ്പയുടെ ദേഷ്യം. ഈ ചെയിൻ ബെഞ്ചമിൻ, ബെഞ്ചമിൻ. എടാ, എനിക്ക് എന്റെ മോളുടെ ജാതകത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ കൂട്ടുകാരനൊരു ജോത്സ്യനുണ്ട്. 22 വയസ്സിന് മുന്നേ അവളുടെ കല്യാണം നടന്നിരിക്കണം എന്നാ പറയണേ. പറ്റിയ പയ്യന്മാരെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ കൂടുതൽ വളച്ചിട്ടില്ലാതെ കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ആ എറിക്കിനെ അലീനക്ക് വേണ്ടി ആലോചിച്ച കൊള്ളാന്നുണ്ട്. നിനക്കറിയാവുന്ന ആളാവുമ്പോ എനിക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ. നല്ല പയ്യനാവുമെന്നറിയാം. എന്താ നിന്റെ അഭിപ്രായം? അവൻ BSc IT ഫൈനൽ ഇയർ ആണ്. പഠിക്കാനൊക്കെ കേമനുമാണ്. സ്വഭാവം കൊണ്ട് തന്നെ തങ്കവും. പക്ഷെ പെട്ടെന്ന് ഒരു കല്യാണം നടക്കുന്നു തോന്നണില്ല ആൻഡ്രൂസേ. അതെന്താ, വേറെ വല്ല ആലോചനയും? അതൊന്നുമല്ല. സാമ്പത്തികം നോക്കുമ്പോൾ നിന്റെ മോളുടെ അത്രയുള്ള വീട്ടുകാരൊന്നും അല്ല അവരുടേത്. പക്ഷെ എന്ന് വെച്ച് തീരെ മോശവുമല്ല. അവന് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പം കിടപ്പിലാണ്. അതോടെ അവന്റെ തോളിലായ കുടുംബം, പെങ്ങന്മാരുടെ കല്യാണം, പഠിത്തം അതൊക്കെ ചെയ്തു തീർക്കാതെ പെട്ടെന്നൊരു കല്യാണത്തിന് അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമുക്ക് പെട്ടെന്ന് നടത്താവുന്നതല്ലേ ഉള്ളൂ. കാശിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നോക്കാടോ. നീ അവനെ കാശ് തന്നെ വീഴ്ത്താമെന്ന് ഓർത്തേക്കുവാണെങ്കിൽ വെറുതെയാണ്. അവൻ കാശിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നവനല്ല. അവനാവശ്യം കൊടുത്ത സമയമാണ്. നിനക്കത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ അവനോട് സംസാരിക്കാം. അല്ലാതെ പെട്ടെന്ന് നടത്താൻ പറയണമെന്ന് ഒക്കുകയില്ല ആൻഡ്രൂസേ. പിന്നെ നമ്മളെ പോലെ വിവരമുള്ള അന്തമാരൊന്നും ഈ ജാതകത്തിന്റെയും കൂപ്പിന്റെയും പുറകെ പോകരുത്. എടാ, തമ്പുരാന്റെ തീരുമാനം ഗണിച്ച് പറയാൻ ഈ ലോകത്തിലെ ആരുടെയും തലച്ചോറ് വളർന്നിട്ടില്ല. അതൊക്കെ നീ ദൈവത്തിന് സമർപ്പിക്കേ. പിന്നെ ഒക്കെ തമ്പുരാൻ നോക്കിക്കോളും. ഒന്ന് ഞാൻ പറയാം, എറിക്കിനെ പോലൊരു ചെറുക്കനെ നിന്റെ മോൾക്ക് കിട്ടിയ നീ ഓർത്തോ, അത് അവളുടെ ഭാഗ്യമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. സമയം എന്ന് പറയുമ്പോൾ എത്ര സമയമാണ് നീ ഉദ്ദേശിക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, അവന്റെ കടമകൾ തീർക്കാൻ പാകത്തിന് ഒരു 5 വർഷം ഒക്കോ? ആൻഡ്രൂസിനെ ഒറ്റ തന്തയുള്ളൂ, വാക്കും. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു, എന്താണ്? എടാ, നിന്റെ മോളും അവനും തമ്മിൽ സ്നേഹത്തിലാണ്. ആടാവേ, പിള്ളേരൊരു കോളേജിലെ പഠിത്തം, അങ്ങനെ സ്നേഹത്തിലാണ്. നിന്നെ ഒന്ന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ആ പാവങ്ങൾ ഇന്നലെ പള്ളിയിലൊക്കെ വന്നത്. നീ സത്യമാണോ ഈ പറയുന്നേ? എന്റെ മോനാണ് നേര്. ഞാനിത് ഇന്നലെ അറിയുന്നേ.
പിന്നെ അവന് കല്യാണത്തിന് സമയം കൊടുത്തേക്കാമെന്നുള്ള നിന്റെ ഒരു വാക്ക് കിട്ടാൻ വേണ്ടി മറച്ചു വെച്ചെന്നേ ഉള്ളൂ. ഓ, എനിക്ക് ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അലീനക്ക് ഇഷ്ടമാവോ ഇല്ലേ എന്നുള്ള പേടിയായിരുന്നു ഉള്ളില്. എന്നാലും പിള്ളേര് തരക്കേടില്ലല്ലോ, അല്ലേടാ? അതെങ്ങനെ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. ഓർമ്മയുണ്ടോ പണ്ട് മറിയാമ്മയുടെ പിന്നാലെ കത്ത് കൊടുക്കാൻ ചെന്നിട്ട് മൂത്രപ്പരയുടെ അവിടെ വെച്ചിട്ട് മാഷ് പൊക്കിയത്? മിണ്ടാതിരിയടാ, അന്നമ്മ കേക്കും. പിന്നെ നീയും തരക്കേടില്ലാന്നല്ലോ. ആനിനെ കെട്ടടതിന് മുന്നേ എത്ര എണ്ണമായിരുന്നു, ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാണ്ടിരിക്കോ? പക്ഷെ ആ ഗുണമൊന്നും എന്റെ ചെറുക്കനെ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നണേ. അല്ല, അറിയില്ലട്ടാ, ഇപ്പഴത്തെ പിള്ളേരല്ലേ. ആ, എന്തായാലും നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാനിത് അറിഞ്ഞെന്ന് പിള്ളേരിപ്പോ അറിയണ്ട. ആന്റി, വാഷ്റൂം എവിടെയാണ്? അത് മോള് ചാരു ഒന്ന് കാണിച്ചു കൊടുക്ക്. എരിക്കേ നീ ഒന്നും പറയണ്ട, ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ അത് സീരിയസ് എടുത്ത്. ഇപ്പൊ ബെഞ്ചമിന്റെയും ചാരുവിന്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന്റെ വക്കിലെത്തി. നീ അങ്ങനെയൊക്കെ പറഞ്ഞ വിഷമത്തിൽ പറഞ്ഞു പോയതാ അവളോട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കൊക്കെ ഇത്രയും വിശ്വാസമുള്ളൂ ഞങ്ങളില്? സോറി എരിക്കേ. ഞാനൊന്ന് പറയാം, ബെഞ്ചമിന്റെയും ചാരുവിന്റെയും റിലേഷന് നമ്മളെ കാരണം എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ കാര്യവും പിന്നെ മുന്നോട്ട് പോയില്ല. എനിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടവൻ അവൻ. അവനൊരു സങ്കടം ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ലൈഫ് ചിന്തിക്കാൻ കൂടി വയ്യ. നിനക്കറിയോ, ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം എന്നോട് അവനൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. എരിക്കേ ഞാൻ നീ കരയല്ലേ? ആരെയും കണ്ടാല് എല്ലാം ശരിയാവാൻ പ്രാർത്ഥിക്കാം നമുക്ക്. എനിക്ക് പിന്നെ വിട്ടു പോവാൻ കഴിയൂലടി. പക്ഷെ അവനെ ഓർക്കുമ്പോ എല്ലാം ശരിയാവുണ്ടി, എല്ലാം ശരിയാവും. ബെഞ്ചമിൻ, എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, നീ വാതിൽ തുറന്നേ. വേണോന്ന് വെച്ചിട്ടല്ലല്ലോ നീ എന്നെ ഇട്ടേച്ച് പോയെന്ന് കരുതിയില്ലേ ഞാൻ. നീ കൂടുതലൊന്നും പറയണ്ട, വാതിൽ തുറക്ക്. എന്തിനാണ് ബെഞ്ചമിനെ? ഞാനല്ലേ, എനിക്ക് സങ്കടം സഹിച്ചില്ല ഓരോന്ന് കേട്ടപ്പോ. നീ ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല ബെഞ്ചമിനെ. കെട്ടിയോനെ കൈവീശടിക്കണ പെണ്ണിനെ എനിക്കൊന്നും വേണ്ട. അത് എന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാനിനി അമ്മമാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്റെ വില മൊത്തം നീ കളഞ്ഞില്ലേ? അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ സോറി പറയാൻ പോരെ? അതൊന്നും വേണ്ട. ഇനി മേലെ ആരെന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഇട്ടേച്ച് പോവെന്ന് ഓർത്തേക്കരുത്. അങ്ങനെ പോയാൽ തന്നെ അതിനെ പറഞ്ഞതിന് ശേഷമേ ഉണ്ടാവത്തുള്ളൂ. അതുവരെ നീ ബെഞ്ചമിന്റെ പെണ്ണാണ്, കേട്ടാ? അമ്മയിരുന്ന് പാല് കുടിക്കണ പൂച്ചകളൊക്കെ ഉണ്ടപ്പോ ഇവിടെ. അതെങ്ങനെ കെട്ടിപ്പോ നടത്തുന്നില്ലല്ലോ, മനസ്സമ്മതമെങ്കിലും നടത്തി വെക്കാം, അല്ലേ കോശി? എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങുക. എടാ, ഊണുകൂടി കഴിച്ചിട്ട് പോയാ പോരെ? അയ്യോ, വയറ് നിറഞ്ഞെന്റെ ആൻഡ്രൂസേ. നേരത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ, ക്ഷമിക്കടി.
ഇതിപ്പോ കല്യാണം നേരത്തെ നടത്തേണ്ടിയെന്ന് തോന്നണേ, അല്ലേടാ കോശി? മോനെ ബെഞ്ചമിനെ, എക്സ്പ്ലനേഷൻ ഉണ്ടപ്പാ, ഞാൻ വിശദമായി പറഞ്ഞു തരാം. എന്തിന്റെ എക്സ്പ്ലാനേഷൻ? അത് ഹോ വീടൊന്ന് എത്തിടാനായി പറഞ്ഞു തരാം. അളിയാ സോറിടാ. ഒന്ന് പോയടാ കോട്ടെ, അവന്റെ ഒരു ചോറി. പൊന്മകൾ പൊരുൾ കൂടി തന്താൾ പൊന്മകൾ പൊന്മകൾ വന്താൾ പൊരുൾ കൂടി തന്താൾ ഭൂമിയുടെ വാസൽ പൊങ്കും പേരാക കൺമടൽ കൊഞ്ചും കനിവോട് എന്നെ ആളാക്കിനാൾ അൻപിനെ പൊന്മകൾ പൊന്മകൾ സിസ്റ്റർ ചാരു. ഒരു കുഴപ്പവുമില്ല, സുഖമായിരിക്കുന്നു. മയക്കത്തിലാണ്, എങ്കിലും കേറി കാണാം. ചാരു രണ്ടാം മക്കളാണ്. ആ എനിക്ക് കൂട്ടിനുള്ളതായി, ഇനി നിനക്ക് കൂട്ടിനൊരു പെങ്കൊച്ചു വേണ്ടേ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഓ കരയിലെ പാവേ, അമ്മ ഉണ്ടല്ലോ അടുത്ത്, പിന്നെ എന്താണ്? ഈ മോളെ എങ്ങതാ ഞാൻ എടുക്കാനി. ബെഞ്ചമിനാണല്ലോ. വേഗം എടുക്ക്, ചാരുന്റെ ഡേറ്റ് ഇന്നായിരുന്നില്ലേ? ബെഞ്ചമിനെ. അളിയ ആങ്കൊച്ചിങ്ങളാട്ടാ. അമ്പോ കോളടിച്ചല്ലോ, അവക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അലീനോട് പറഞ്ഞേക്ക്, ഉറക്കാണോ? മോള് നല്ല വാശിയില്ല, അവൾ ഉറക്കാനുള്ള മെനക്കേടില്ല, ഞാൻ കൊടുക്കാം. ഹലോ, എന്തായി? കോളടിച്ചെന്ന് കേട്ടല്ലോ. ആടി രണ്ട് കാളക്കുട്ടന്മാരാ. അമ്പോ ചിലവുണ്ടിട്ടാ. പിന്നല്ലാതെ എന്ത് വേണമെന്ന് പറഞ്ഞോ? ചുമ്മാ പറഞ്ഞതാടോ. ചാരുന്റെ അച്ഛനും അമ്മയും എത്തിയില്ലേ? അവരെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൾ ഇറങ്ങിപ്പോയിട്ട് ഇതാദ്യത്തെ മീറ്റിംഗ് അല്ലേ, കാണണമെന്നുണ്ടാവും. ആ എനിക്കും ആഗ്രഹമുണ്ട് അവരോടൊന്നും മിണ്ടാൻ. നിങ്ങക്ക് കൂട്ടുനിന്നും പറഞ്ഞ് എന്നോട് ഉടക്കല്ലേ? അത് പോട്ടെ, ആരാ വിളിച്ചു പറഞ്ഞേ? അമ്മയെ ഞാൻ വിളിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു അഡ്മിറ്റ് ആക്കിയെന്ന്. അച്ഛനെ വിളിക്കാൻ ധൈര്യം കിട്ടിയില്ല. അപ്പച്ചനാ പറഞ്ഞത്. എന്തായാലും വരുന്നുണ്ട്, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ആവും ബെഞ്ചമിനെ. അല്ല, ചാരു പറഞ്ഞു അവര് വരുന്ന കാര്യം. അയ്യോ ഇല്ല, ഒരു സർപ്രൈസ് ആക്കി വെച്ചേക്കുക. വരുമോ നേരിട്ട് അറിയട്ടെ. എന്നാ ശരി.
സിസ്റ്റർ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സമയം കിട്ടണ പോലെ രണ്ടുപേരും കൂടി ഇറങ്ങട്ടാ. അല്ലു, അവരാണേ മുന്നിൽ, നമുക്ക് തോറ്റു കൊടുത്തൂടാ. എന്തില്? അല്ല, മോൾക്ക് കൂട്ടാരെങ്കിലും വേണ്ടേ? അയ്യടാ, ഇവിടെ ഉള്ള രണ്ടെണ്ണത്തിനെ കൊണ്ടുവരാൻ പെടാപ്പാട് വിടുക. അപ്പോഴേനും ഒരാളും കൂടെ തൽപരകക്ഷിയല്ല. വന്ന് ഇയാള് മുട്ടന ഒരുപ്പീരാട്ടാ. കൊച്ചെന്തേടി? കൊച്ചു കരച്ചിലായതുകൊണ്ട് അമ്മ എടുത്തോണ്ട് പോയി ഉറക്കാനായിട്ട്. ആണോ? ആണ്. എടി, നിനക്കൊരു കാര്യം അറിയോ? ഞാനും ബെഞ്ചമിനും കൊച്ചിലെ തൊട്ടുള്ള ചങ്ക് ഫ്രണ്ട്സ് ആണ്. ഓ, ഇതാണോ വലിയ കാര്യം? അതിപ്പോ ആർക്കറിയാത്തെ? ആ, എന്നാ അറിയാത്തൊരു കാര്യം പറയാം. ഞങ്ങൾക്കെല്ലാം കുഞ്ഞിലെ തൊട്ട് ഒരുപോലെ വാങ്ങി തരുമായിരുന്നു കോശിച്ചായൻ. എറിക്കേ, വളഞ്ഞ മൂക്കി പിടിക്കല്ലേ, കാര്യം തെളിച്ചു പറഞ്ഞേ. അതായത് രമണ, അവന് 2 അതുകൊണ്ട് എനിക്കും വേണം 2. എന്തോന്ന്? ഇത് പെണ്ണെ, എനിക്കൊരു കൊച്ചിനെ വേണമെന്ന്. അയ്യേ, വിളച്ചിലെടുത്തരണ്ടല്ല. എന്റെ വിളച്ചില് നീ കാണാൻ പോകുന്നേ ഉള്ളൂ.